ജ്യേഷ്ഠ ശുചിവ്രത, അമ്മ ഭിക്ഷയാചിച്ചാണ് നമ്മളെ രണ്ടുപേരെയും വളർത്തിക്കൊണ്ടുവരുന്നത്. അതെ അനുജ, അമ്മ നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. ഇപ്പോഴും കഷ്ടപ്പെടുന്നു. പക്ഷെ എത്ര കാലം അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടണം ജ്യേഷ്ഠ? നമ്മളിപ്പോൾ യുവാക്കളായി. നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുക അത് ലജ്ജാകരം തന്നെയാണ്. എന്റെ മനസ്സിലും അത് തന്നെയാണ് അനുജ ധർമ്മഗുപ്ത. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ വനത്തിൽ കൊണ്ടുവന്നത്. ഈ വനത്തിൽ? അതെന്തിന്? കാരണം ഇന്നലെ സന്ധ്യയ്ക്ക് നീ ഇല്ലാത്ത സമയത്ത് ശിവാലയത്തിൽ ഒരു സന്യാസിവര്യൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മുടെ രണ്ടുപേരുടെയും ഭാഗ്യമുദിക്കുമെന്ന്. അതായത് ഇന്നിവിടെ ഈ മൃണാള വനത്തിൽ നമ്മൾ ഇരുവരുടെയും ഭാഗ്യം ഉദിക്കും. പക്ഷെ എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, മൃണാള വനത്തിലെ സരോവരത്തിന് സമീപം ഒരു വടവൃക്ഷമുണ്ടെന്ന്. ആ സ്ഥലത്ത് ഇന്ന് പകൽ 5 നാഴിക കഴിയുന്ന നേരത്ത് നമുക്ക് രണ്ടുപേർക്കും അത്ഭുതങ്ങൾ അനുഭവപ്പെടുമെന്ന്. ജ്യേഷ്ഠ, താങ്കൾ ആ സന്യാസിയുടെ വാക്കുകൾ വിശ്വസിച്ചു അല്ലേ? വേണ്ടി വന്നു. എനിക്കിപ്പോൾ അധികം വിശ്വാസം തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, നിന്റെ സഹോദരൻ നിന്റെ വാക്കുകൾ കേട്ട് നിന്നെ വിശ്വസിക്കുകയില്ല എന്ന്, ചിരിക്കുമെന്നും. പക്ഷേ സത്യമുണ്ടല്ലോ, അത് ഉറച്ചതാണ്. അതാ കണ്ടോ, ഒരത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. നീ അവിടെ പോ, ഞാൻ ആ വടവൃക്ഷത്തിന്റെ സമീപം പോകട്ടെ. എന്ത് സൗന്ദര്യം, എന്ത് സുഗന്ധം. സഖിയ അംശുമതി, സൗന്ദര്യം ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ സുഗന്ധം ഞങ്ങൾക്കറിയില്ല. ഇതാ, സ്വയം മണത്ത് നോക്കൂ. അപ്പോൾ നീ പുഷ്പങ്ങളെ കുറിച്ചാണോ പറഞ്ഞത്? മറ്റെന്താണ് സമീപമുള്ളത് എനിക്ക് പറയുവാനായി? ശ്രദ്ധയോടെ നോക്ക നീ, അപ്പോൾ കാണാം നിന്റെ മുന്നിൽ മറ്റു പലതുമുണ്ടെന്ന്. പലതുമല്ല, എല്ലാമുണ്ട്. ഹേ ഹേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഗന്ധർവരാജൻ കോദ്രവണന്റെ പുത്രി രാജകുമാരി അംശുമതിയാണ്. അവിടുന്ന് പറഞ്ഞത് അവിടുത്തെ നാമം അംശുമതി എന്നാണെന്നല്ലേ? അവിടുത്തെ പിതാവ് ഗന്ധർവരാജനാണ്, നാമം കോദ്രവീണ് നിന്നും. പക്ഷേ അവിടുത്തെ നാമം എന്താണ്? അവിടുത്തെ പിതാവ് ആരാണ്? ഇവ അറിഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം? ഞാൻ അവിടുത്തെ നാമവും പിതാവിന്റെ നാമവും എന്തിനറിയണം? താങ്കൾ മരുഭൂമിയിൽ നിന്നോ പർവ്വതത്തിൽ നിന്നോ വരുന്നവനാണോ? അല്ലല്ലോ. പിന്നെ ഇങ്ങനെ ശുഷ്കമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഞാൻ അവിടുത്തോട് തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ദേവി അംശുമാലി. അംശുമാലിയല്ല, അംശുമതി. താങ്കൾക്ക് ഇവളുടെ നാമം ഓർക്കാനും കൂടി വയ്യ. ഞാൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളോട് തർക്കിക്കുന്നില്ല എന്ന്. ഞങ്ങൾക്ക് തർക്കമുണ്ട്. 2 തവണ അംശുമതി എന്ന് പറഞ്ഞതാണ്, പിന്നെ എന്തിനാണ് അംശുമാലി എന്ന് പറയുന്നത്? പറയൂ. ഞാൻ എന്താ നിങ്ങളുടെ അധീനത്തിലാണോ? ഞാൻ നിങ്ങളുടെ ഭരണത്തിന് കീഴിലൊന്നുമല്ലല്ലോ ഉത്തരം നൽകാൻ. ഞാൻ പോകുന്നു. അല്പം നിന്നാലും ശ്രീമാൻ, ഞാൻ എന്റെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് വന്നതാണ്. അതിന് ഞാൻ നിങ്ങളോട് ചോദിച്ചുവോ നിങ്ങളുടെ ആരുടെ ആജ്ഞ അനുസരിച്ച് വന്നതാണ് എന്ന്? താങ്കൾ കുറച്ച് കേൾക്കുന്നു, അധികം പറയുന്നു. ആര്, ഞാനോ? ഞാൻ അധികം പറയുന്നു? എന്തിനാണ് അവിടുത്തെ സ്വഭാവം എന്റെ മേൽ ആരോപിക്കുന്നത്? താങ്കൾ കേൾക്കണം. ഇന്നലെ പിതാവിന് ഒരു സന്യാസിയുടെ ദർശനം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ദിവസം 5 നാഴിക ചെല്ലുമ്പോൾ മൃണാളവനത്തിലെ സരോവര തീരത്ത് സുന്ദരനായ യുവാവ് മഞ്ഞ വസ്ത്രം ധരിച്ചു വരുമെന്ന്. പിന്നെ അത് 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 അതേന്ന് വെച്ചാൽ അതുമിതും പറഞ്ഞാൽ പിന്നെ ഇത് തന്നെയാകും. ഞങ്ങളുടെ സഖിയുടെ ഉദ്ദേശം അതാണ്. അത് പിന്നെയും അത് തന്നെ. പീതവസ്ത്രധാരി കേട്ടാലും അംശുമതി പറഞ്ഞത് അത് തന്നെയാണ്. അതായത് അത് തന്നെയാണ് ഇതും. അതുമിതും ഇതുമതും ഇതെന്താണ് ചെയ്യുന്നത്? പിതാവ് വരുന്നുണ്ട്, അദ്ദേഹം എല്ലാം പറഞ്ഞു തരും. കണ്ടുകിട്ടി, വടവൃക്ഷം കണ്ടുകിട്ടി. ഇത് തന്നെയാണ് ആ പഴയ വടവൃക്ഷം. ഇപ്പോഴറിയാം സന്യാസി വര്യൻ പറഞ്ഞ അത്ഭുതം എന്താണെന്ന്.
കിട്ടിപ്പോയി. സന്യാസി വര്യൻ എന്നോട് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. കിട്ടിപ്പോയി, സ്വർണ്ണമുദ്രകൾ കിട്ടിക്കഴിഞ്ഞു. നമ്മോടൊരു സന്യാസിവര്യൻ പറയുകയുണ്ടായി താങ്കൾ രാജപുരുഷനാണെന്ന്. ആ സന്യാസിവര്യന്റെ ആജ്ഞയും ആശീർവാദവും മാനിച്ച് നാം നമ്മുടെ പുത്രി അംശുമതിയുടെ വിവാഹം താങ്കളുമായി നടത്തുവാൻ പ്രതിജ്ഞാബദ്ധനാണ്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കും മുമ്പ് അങ്ങ് എന്നെക്കുറിച്ച് അറിയേണ്ടതും അത്യാവശ്യമല്ലേ? അങ്ങ് രാജപുരുഷനാണ്, സുന്ദരനാണ്, വീരനാണ്. എന്താ ഇത്രയൊന്നും മതിയാകില്ലേ? അങ്ങ് രാജപുരുഷൻ എന്ന് പറയുന്ന ആൾ രാജഭ്രഷ്ടനായ ദരിദ്രനാണ്. ബാല്യദശയിൽ തന്നെ എന്റെ ജനനത്തോടൊപ്പം തന്നെ മാതാപിതാക്കൾ സ്വർഗലോകം പോകി. വീരനും സുന്ദരനും ഞാൻ അങ്ങയുടെ ദൃഷ്ടിയിലാണ്. എന്റെ ദൃഷ്ടിയിൽ ഞാനൊരു നിർഭാഗ്യവാനാണ്. ജനിച്ച ഉടനെ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവൻ. അതായത് താങ്കൾക്കിപ്പോൾ അവരുടെ നാമം പോലും ഓർമ്മയുണ്ടായില്ല. എനിക്കിത്ര മാത്രം അറിയാം. ഞാൻ വിദർഭയിലെ മഹാരാജാവ് സത്യവ്രതന്റെയും മഹാറാണി സുരഥയുടെയും പുത്രനാണെന്ന്. മഹാരാജൻ സത്യവ്രതൻ, താങ്കൾ അദ്ദേഹത്തിന്റെ പുത്രനാണോ? അദ്ദേഹത്തെ അറിയുമോ? ആ കുമാര, എന്റെ പരമമിത്രമായിരുന്നു അദ്ദേഹം. ചിലപ്പോൾ താങ്കൾക്കറിവില്ലായിരിക്കും, അദ്ദേഹത്തിന്റെ ശത്രു വൃഷധ്വജൻ അദ്ദേഹത്തെ ചതിച്ചു കൊന്നുവെന്ന്. അങ്ങനെ വിദർഭരാജ്യവും തട്ടിയെടുത്തു. പക്ഷേ നീ വിഷമിക്കണ്ട, എന്റെ സൈന്യം മുഴുവനും നിനക്ക് കൂട്ടിനുണ്ട്. നീ കഴിയുന്നതും വേഗം വിദർഭയെ ആക്രമിച്ച് സ്വന്തം രാജ്യം തിരിച്ചെടുക്കണം. പക്ഷേ അതിനു മുൻപ് എന്റെ പുത്രി വിവാഹം ചെയ്യണം. ആദരണീയ, അങ്ങയുടെ കൃപയും സ്നേഹമസൃണമായ പെരുമാറ്റവും മൂലം ഞാൻ കൃതാർത്ഥനായി. പക്ഷേ എന്റെ മാതാവിന്റെ അനുവാദം ലഭിക്കാതെ ഞാൻ ഒരു കാര്യവും പ്രവർത്തിക്കില്ല. വിവാഹം പോലുള്ള മഹത്തായ കാര്യം ഒരിക്കലുമില്ല. കാരണം എന്റെ ധർമ്മമാതാവുമ സ്വർഗീയ മാതാവിനേക്കാളും ശ്രേഷ്ഠയാണ്. അവരാണ് എന്റെ ജീവൻ രക്ഷിച്ചതും എന്നെ ലാളിച്ചു വളർത്തിയതും. ഈ ഭൂമി നിന്നെപ്പോലെ പുണ്യാത്മാക്കളായ പുത്രന്മാരാൽ ധന്യാക്കപ്പെട്ടു. നോക്കൂ ധർമ്മഗുപ്ത, എനിക്ക് വടവൃക്ഷത്തിന്റെ താഴെ നിന്ന് ഈ സ്വർണ്ണകുംഭം ലഭിച്ചു. സന്യാസി വര്യൻ പറഞ്ഞതുപോലെ തന്നെ മഹാ അത്ഭുതം സംഭവിച്ചു. അങ്ങനെ ഒരു അത്ഭുതം എനിക്കും സംഭവിച്ചു. സുന്ദരി സുന്ദരി, അനർത്ഥമായി മഹാരാജാ. പിന്നെ എന്തെല്ലാം സംഭവിച്ചു മഹാമന്ത്രി? വിനാശമായി മഹാരാജൻ. പിന്നെ പിന്നെ ഇനി സർവനാശമേ ബാക്കിയുള്ളൂ മഹാരാജാ. നീ എന്താണ് ഈ പറയുന്നത് മഹാമന്ത്രി? സത്യരഥന്റെ പുത്രൻ ധർമ്മഗുപ്തനോ? അതെ, ധർമ്മഗുപ്തൻ അങ്ങയോട് പ്രതികാരം ചെയ്യാൻ ഊരിപ്പിടിച്ച വാളുമായി ഇങ്ങോട്ട് വരുന്നുണ്ട് മഹാരാജൻ. എന്റെ ഊരിയ വാളെവിടെ? എന്റെ പിതാവിന്റെ ഘാതക, നീ എന്തു ചെയ്യും വാളുകൊണ്ട്? എന്റെ സേന വിദർഭ രാജ്യത്തിലെ നിന്റെ സേനയെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നീ ചെയ്ത തെറ്റിന്റെ പരിണാമം നീ അനുഭവിച്ചേ തീരൂ. ക്ഷമിക്കണേ, ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് പ്രാണരക്ഷ നൽകണേ. എന്റെ പ്രാണൻ എടുക്കല്ലേ. നീ എന്താണ് ചെയ്തത്? നീ എന്താ ക്ഷമിക്കുകയുണ്ടായോ? നീ നൽകിയോ പ്രാണരക്ഷ? അന്യരിൽ നിന്ന് നീ എന്തു പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുവോ അതാദ്യം സ്വയം ചെയ്ത് പരിശീലിക്കണം വൃഷധ്വജ.